ഇന്നത്തെ സെഷൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഫൈസൽ CA. ഒരു പക്ഷേ കുറെ പേർക്ക് ഇവിടെ പരിചയമുള്ളവരുണ്ടാകാം, പരിചയമില്ലാത്തവരുണ്ടാകാം. എൻ്റെ നാട് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്, സ്വദേശിയാണ്. ചന്ദ്രാപിന്നി എന്നുള്ളതാണ് എൻ്റെ സ്വദേശം. അവിടെയാണ് നമ്മുടെ അക്കാദമി ഉള്ളത്. വിൻപിൾ എന്നുള്ളതാണ് അക്കാദമിയുടെ പേര്. സ്കിൽ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള ഒരു കോഴ്സ് നമ്മൾ 11 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ വാർത്തെടുത്തു. അവർ വളരെ സജീവമായി ട്രെയിനിങ് എടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രെയിനേഴ്സിനും അതേപോലെ തന്നെ പബ്ലിക്കിനും എങ്ങനെ നമുക്കൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാം, അതല്ലെങ്കിൽ അതിനെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. കഴിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ വന്നാൽ വളരെയധികം സന്തോഷമായി. സോ ഇന്നത്തെ കാലത്ത് വെബിനാറുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മളുടെ ഒരു ചിന്താഗതി, ഞാൻ നേരത്തെ പറഞ്ഞ പാൻഡമിക്കിന് ശേഷമുള്ള നമ്മളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ഒരുപാട് നോളജുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ പോലും ഓഫ്ലൈൻ പ്രോഗ്രാമുകളിലേക്കാൾ ഓൺലൈൻ പ്രോഗ്രാമുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ഓപ്പൺ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷനെയും ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എൻ്റെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കും, നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങളെല്ലാവരും, ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഓൺലൈൻ കോഴ്സെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും? നിങ്ങൾ എത്ര ഓൺലൈൻ കോഴ്സ് ഇതുവരെ ചെയ്തു എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ ഇതുവരെ ചെയ്ത ഓൺലൈൻ കോഴ്സുകൾ എത്ര? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ എത്ര ഓൺലൈൻ കോഴ്സ് ഇതുവരെ നിങ്ങൾ ചെയ്തു? ചെയ്യാത്തവർ 0 എന്ന് ടൈപ്പ് ചെയ്യുക. ചെയ്തവർ എത്ര ഓൺലൈൻ കോഴ്സുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്? റസീന മാം പറയുന്നു 3. സൗദ 15. ഓക്കെ, ഗ്രേറ്റ്. 4 ഓൺലൈൻ കോഴ്സുകളുമായിട്ട് അഫ്നാൻ. ഓക്കെ. നജീബ് സാർ 1. ഓക്കെ. ഷീബ മാം 3. ഓക്കെ, താങ്ക് യു. ഓക്കെ, റുബിന മാം 3. ഓക്കെ. അപ്പോ ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരായി ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാകില്ല. ഒരേ സമയത്ത് തന്നെ 3ഉം 4ഉം കോഴ്സുകൾ ചെയ്യുന്നവരായിരിക്കും അധികവും. പലപ്പോഴും ഞാൻ കോഴ്സുകൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കോഴ്സുകൾക്ക് എൻക്വയറി ചെയ്ത് കോളുകൾ വരുന്ന സമയത്ത് പലപ്പോഴും സമയം പറയുന്ന സമയത്ത് പറയും, സാറേ ഈ സമയത്ത് ഞാൻ മറ്റൊരു കോഴ്സിലായിരിക്കും, സമയം മാറ്റി കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ സമയം, കാരണം ഓൺലൈൻ കോഴ്സുകൾ ഇന്ന് ഓരോരുത്തരും ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ കോഴ്സുകളാണ്. അപ്പോ പലപ്പോഴും നമ്മളുടെ ഒരു ചിന്താഗതി മാറാൻ സമയമായിട്ടുണ്ട്. ഫിസിക്കൽ, ഇപ്പോൾ ഇവിടെ ഉള്ള പിന്നെ പാർട്ടിസിപ്പൻസ് മിക്കവാറും ട്രെയിനേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു ചിന്താഗതി പലപ്പോഴും ഫിസിക്കൽ പ്രോഗ്രാമുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബ്രാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റുന്ന ഏറ്റവും വലിയ ഒരു മേഖലയാണ് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരു 10 പേരെ വെച്ച് ഒരു ഫിസിക്കൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പവും സുഖകരവുമാണ് നമുക്ക് ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ. നമുക്ക് ശരിക്കും സത്യത്തിൽ ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പൊ ഈവൻ ഇന്ന് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം പോലും അതിനൊരു ഉദാഹരണമാണ്. നമ്മളൊരു ഫിസിക്കൽ പ്രോഗ്രാമിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോ വെബിനാറുകൾ, വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കോമ്പറ്റീഷൻ ആണ്. ഏറ്റവും കൂടുതൽ വെബിനാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഓൺലൈൻ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഘടകം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു നാരങ്ങയുണ്ടെങ്കിൽ, വീട്ടിലൊരു നാരങ്ങയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ നാരങ്ങ വെച്ചിട്ട് എന്താ നമ്മൾ ചെയ്യുക? ആ നാരങ്ങ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നാരങ്ങ വന്ന ആൾക്ക് നാരങ്ങ നേരെ കൊടുക്കുകയാണോ ചെയ്യുക? നമ്മളെ വീട്ടിലൊരു അതിഥി വന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലെ? വീട്ടിലൊരു അതിഥി വന്നു, അപ്പൊ വീട്ടിലൊരു നാരങ്ങ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ നാരങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഈ നാരങ്ങ നേരിട്ട് കൊണ്ടുപോയി അതിഥിക്ക് കൊടുക്കുകയാണോ ചെയ്യുക? ഷീബ മാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ലൈം ജ്യൂസ് കൊടുക്കും അല്ലെ? ജ്യൂസ് അടിച്ചു കൊടുക്കും. റൈറ്റ്, ഓക്കെ. അപ്പോ ഈ നമ്മുടെ കയ്യിലുള്ള നാരങ്ങയെ നമുക്ക് നമ്മുടെ നോളജ് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള നോളജ് ആണ്, നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഈ സാധനത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോവുക, കൊണ്ടു കൊടുക്കുക എന്നതിനേക്കാൾ ഒരു നോളജിനെ വെറുതെ അങ്ങോട്ട് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് എന്താണ് ഏറ്റവും മനോഹരമാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. നാരങ്ങയെ നമ്മൾ എന്ത് ചെയ്തു? നാരങ്ങയെ നമ്മൾ പിഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂട്ടി, അതിനുശേഷം ഇത്തിരി പഞ്ചസാര ഇട്ടു, അതിനുശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് എന്താണ് അവർക്ക് കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നാരങ്ങ എന്തായി മാറി? അത് ലൈം ജ്യൂസായി മാറി എന്നുള്ളത്. ഇനി ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നാരങ്ങ വിൽക്കുന്നതും ലൈം ജ്യൂസ് വിൽക്കുന്നതും വളരെ ഡിഫറെന്റ് ആണ് അല്ലെ? ഒരു നാരങ്ങ കൊണ്ടാണ് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത്. നാരങ്ങ മേടിക്കാൻ എത്ര കാശാണ്, ലൈം ജ്യൂസ് കുടിക്കാൻ എത്ര കാശാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോ നമ്മുടെ കയ്യിലുള്ള നാരങ്ങ, ഈ നാരങ്ങയെ നമുക്ക് ലൈം ജ്യൂസ് ആക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു കഴിവ്, ആ കഴിവ് ആർക്കുണ്ടാകണം? നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമുക്ക് കുറെ അറിവുണ്ട്, കുറെ എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ എന്താണ് ഈ അറിവ് പകർന്നു കൊടുക്കാൻ അറിയുന്നില്ല, ഈ അറിവ് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ അവിടെ തീർച്ചയായിട്ടും നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനും പബ്ലിക് സ്പീക്കിങ്ങും ട്രെയിനിങ്ങും ഈ മേഖലകളിലുള്ള സ്കില്ല് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ നമുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആളുകളെ പിടിച്ചിരുത്താനും അതേപോലെ തന്നെ നമ്മളെ അറിവുകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇന്നത്തെ വെബിനാർ, ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങൾ എത്താൻ കാരണമായ ഘടകം എന്താണ്? ഓക്കെ റസീന മാം, ഓക്കെ. ഇന്നത്തെ വെബിനാറിൽ നിങ്ങൾ എത്താൻ എന്തായിരുന്നു ഇന്നത്തെ വെബിനാറിലേക്ക് എത്താനുള്ള കാരണമാക്കിയിട്ടുള്ള ഒരു എന്ത് കണ്ടപ്പോഴാണ് നിങ്ങൾ ഈ വെബിനാറിലേക്ക് വന്നത്? എങ്ങനെയാ ഇന്നത്തെ വെബിനാർ ഉണ്ട് എന്ന് അറിഞ്ഞത്? ആരും ഇന്ററാക്റ്റീവ് ആവുന്നില്ലല്ലോ. ബിക്കോസ് ഓഫ് യു. ഓക്കെ, എങ്ങനെയാണ് ഇന്നത്തെ വെബിനാറിലേക്ക് നിങ്ങൾ എത്തിയത്? എന്ത് കണ്ടപ്പോഴാണ്? നിങ്ങളൊന്നും കണ്ടില്ലേ? ഫ്ലയർ, യെസ് എക്സാക്ട്ലി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഫ്ലയർ കണ്ടു അല്ലെ? ഓക്കെ, ഫ്ലയർ കണ്ടു, അതല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടു, വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. അപ്പോഴാണ് വാട്സപ്പ് മെസ്സേജ്, ഓക്കെ, ആ മെസ്സേജ് കണ്ടപ്പോഴാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയത്. അപ്പോ അതിലേക്ക് ഒരു പ്രോഗ്രാമിലേക്ക്, ഒരു വെബിനാറിലേക്ക് ആദ്യത്തെ അറ്റൻഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫ്ലയറിൽ നിന്നാണ്, അതല്ലെങ്കിൽ മെസ്സേജിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് അതിന്റെ തുടക്കം. ഒരു വെബിനാറിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? യെസ്, സ്റ്റാർട്ടിങ് വിത്ത് എ പോസ്റ്റർ, അതല്ലെങ്കിൽ അതിന്റെ ഒരു ആഡ് ആണ്, അവിടെ നിന്നാണ്. അപ്പോ ആ ആഡ് കൊടുക്കുന്നതിൽ പോലും നമ്മളൊരു പ്രൊഫഷണാലിറ്റി കൊണ്ടുവരണം. നമ്പർ 1, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മളുടെ ആഡ്.
പിന്നെ നമ്മൾ ഓരോരുത്തരും, നമ്മളൊരു ട്രെയിനർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ എന്നും ഒരു ഫോട്ടോ ഉണ്ടാവും. നമുക്കൊരു 30 വയസ്സായിട്ടുണ്ടാവും, എന്നാലും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഫോട്ടോ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മളുടെ പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ബസ്സിൽ കൊടുക്കാൻ വേണ്ടി ഒരു കാർഡ് ഉണ്ടാക്കുമല്ലോ, അതിൽ കൊടുക്കാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ ആയിരിക്കും നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത്. ഒരു പുതിയ ഫോട്ടോ നമ്മൾ ഇപ്പോഴും എന്താക്കിയിട്ടുണ്ടാവില്ല, ഒരു പ്രൊഫഷണൽ ഫോട്ടോ നമ്മൾ ഇപ്പോഴും അതിനുവേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ടാവില്ല. അതിനൊന്നും സമയമായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ. നമ്മളിപ്പോഴും എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അതിനൊന്നും ആയിട്ടില്ല, നമ്മൾ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പഴയ ഫോട്ടോ, പണ്ടെപ്പോഴോ ആർക്കോ വേണ്ടി എപ്പോഴോ വേണ്ടി എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കും നമ്മൾ എപ്പോഴും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഫോട്ടോ ആയിരിക്കും അവിടെ ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ് എന്നായിരിക്കും എന്തിന്റെ ടോപ്പിക്. വളരെ അടിപൊളി ടോപ്പിക് ആയിരിക്കും, ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ, നമ്മുടെ ഫോട്ടോ, ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇയാളുടെ മുഖത്തുണ്ടാവില്ല. ഹൗ ടു ബിൽഡ് കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾ ടോപ്പിക്കിന്റെ. അതല്ലെങ്കിൽ ഹാപ്പി ലിവിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ അധികം ചിരിക്കാതൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. അപ്പോ അവിടെ നിന്ന് തുടങ്ങണം അല്ലെ നമ്മുടെ വെബിനാറിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന, വെബിനാറിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആഡാണ്. ആ ആഡിൽ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം, നമ്പർ 1. അപ്പോ എന്താണ്? നമ്മുടെ ഫോട്ടോ ശരിയാക്കുക, അതിന്റെ ടോപ്പിക്, അട്രാക്ട് ചെയ്യപ്പെടുന്ന ടോപ്പിക്കുകൾ കൊടുക്കുക. ഒരു വെബിനാറിലേക്ക് എല്ലാവരും കൊടുക്കുന്ന ഒരു ടോപ്പിക് കൊടുക്കുന്നതിന് പകരം അതിനെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വെബിനാറിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ടൈറ്റിലൊക്കെ കൊടുക്കുക, ഫോട്ടോ കൊടുക്കുക, ടൈം കൊടുക്കുക. അങ്ങനെ കൃത്യമായി ക്ലാരിറ്റി ആയിരിക്കും. ഓക്കെ, ക്ലാരിറ്റിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അത് ചെയ്യുക. അതേപോലെ തന്നെ ആഡൊക്കെ കണ്ട് ആളുകൾ എത്തി, ആഡൊക്കെ കണ്ട് എന്ത് ചെയ്തു, ആഡൊക്കെ സൂപ്പറായിട്ട് കൊടുത്തു. അതിനുശേഷം എന്തായി, ആളുകളൊക്കെ നമ്മുടെ വെബിനാറിലേക്ക് എത്തി. വെബിനാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെ. ഇവിടുന്ന് ഞാൻ തൃശ്ശൂര് എൻ്റെ ഓഫീസിലിരുന്ന് ഞാൻ കൺവേ ചെയ്യുന്ന ഒരു കാര്യം ആലുവയിലിരിക്കുന്ന ലാലി ബിസ്മിൽ അവരുടെ കാറിലിരുന്ന് കേൾക്കണം അല്ലെ. വെറുതെ അവിടെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ അല്ലെ. ഇവിടുന്ന് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് എവിടെ എത്താൻ പറ്റണം? ആലുവയിലോ കുറ്റ്യാടിയിലോ അതല്ലെങ്കിൽ വേങ്ങരയിലോ അതല്ലെങ്കിൽ ദുബായിലോ അതല്ലെങ്കിൽ ഒമാനിലോ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് ഇവിടുന്ന് കേൾക്കാൻ പറ്റണം. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ഒരുക്കണം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ ഉണ്ടാകും. അപ്പൊ ഈ ഡാറ്റ വല്ലപ്പോഴും കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ ഈ ഡാറ്റ വരും, ചിലപ്പോൾ ഡാറ്റ പോകും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യം കട്ടാവാതെയും അതേപോലെ തന്നെ കൃത്യമായിട്ടും ആളുകളിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ, നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോ കൃത്യമായിട്ട് കാണുന്നു, അതേപോലെ തന്നെ അത് അവർക്ക് കൃത്യമായിട്ട് എത്തുന്നു. ചില ആളുകൾക്ക് വീഡിയോ ഒക്കെ ഏറ്റവും അടിയിൽ ഇങ്ങനെ വെക്കും, പിന്നെ ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഐ ലെവലിലാണ് നമ്മുടെ വീഡിയോ ചെയ്യേണ്ടത്. ഐ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം? വീഡിയോ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഈ രീതിയിൽ ആളുകൾ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടും നമ്മുടെ വീഡിയോയും ഒക്കെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോ ആ ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളുടെ വെബിനാർ തുടങ്ങിക്കഴിഞ്ഞാൽ, വെബിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് അത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പാർട്ടിസിപ്പൻസ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ പാർട്ടിസിപ്പൻസിന്റെ സമയമാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ആ പാർട്ടിസിപ്പൻസിന്റെ 1 hour സമയമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ പാർട്ടിസിപ്പൻസിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കൊടുക്കാൻ നമ്മൾ
നിർബന്ധമായിട്ടും നമ്മൾ ശ്രമിക്കണം. അപ്പോ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് അത് ഫിസിക്കൽ ട്രെയിനിങ് ആയി കഴിഞ്ഞാലും ഓൺലൈൻ ട്രെയിനിങ് ആയി കഴിഞ്ഞാലും അവിടെ ബിൽഡ് കണക്ഷൻ, അല്ലെ, ഒരു കണക്ഷൻ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പാർട്ടിസിപ്പൻസുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ എങ്ങനെ പറ്റുക? കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിക്കൊണ്ടായിരിക്കണം നമ്മളുടെ സംസാരം നമ്മൾ തുടങ്ങേണ്ടത്. നമ്മളുടെ മുഖം പ്രസന്നമായിരിക്കണം, നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടാകണം. നമുക്കറിയാം, ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആദ്യം ട്രെയിനിങ്ങിനല്ല പോകുക, ആദ്യം നമ്മൾ വേദിയിലേക്കാണ് കയറി ചെല്ലുക, അല്ലെ? നമ്മൾ കയറിയിട്ട് നമ്മൾ വേദിയിൽ ഒരു പക്ഷേ ആ സ്റ്റേജിൽ കയറിയിരുന്ന് അതിനുശേഷമായിരിക്കും പിന്നീട് അവിടുത്തെ വെൽക്കം സ്പീച്ചും ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കാൻ പോവാ. അതുവരെ ഇരിക്കുന്ന 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെയാണ് പോയി ഇരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രസക്തമാണ്. അപ്പോ നമ്മളൊരു വെബിനാർ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്ലസന്റ്, നമ്മളുടെ ഒരു ഫേസ് എങ്ങനെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നമ്മുടെ മുഖമാണ് ഇനി ഒരു മണിക്കൂർ കണ്ടിരിക്കാൻ പോകുന്നത്, നമ്മളെയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ ഒരു ബിൽഡ് നമ്മളിലൂടെ, നമ്മളുടെ ആ ഒരു മുഖത്തിലൂടെ, നമ്മളുടെ ആ ഒരു ഫേസിലൂടെ ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോ ബിൽഡ് കണക്ഷൻ, ആളുകളുമായിട്ട് ഒരു കണക്ഷൻ രൂപപ്പെടുത്തുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. പ്രൈമിംഗ്, PRIMING, പ്രൈമിംഗ് എന്ന് പറയും. പ്രൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു പ്രോഗ്രാമിൽ നമ്മൾ കയറുന്ന സമയത്ത്, നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഉണ്ടാവുക. നോർമലി രണ്ട് സ്റ്റേറ്റ് ആണ്. ഒന്ന് റിലാക്സ്ഡ് മൈൻഡ് സെറ്റ് ആണ്, മറ്റു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, റിലാക്സ്ഡ് മൈൻഡ് സെറ്റ് ആൻഡ് ക്ലോസ്ഡ് മൈൻഡ് സെറ്റ്. അതായത് റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മൈൻഡ് സെറ്റ്. ഈ ഓപ്പൺ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് എന്തെങ്കിലും പോകൂ. ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും അകത്തേക്ക് പോകില്ല. നമ്മളൊരു ട്രെയിനിങ്ങിന് വേണ്ടി പോയി ഇരിക്കുന്ന സമയത്ത് ഒബിയസ്ലി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു ഘടകമാണ് ആങ്സൈറ്റി എന്നുള്ളത്. ഏത് ആൾക്കും ഉണ്ടാകും. ഒരു പുതിയൊരു പ്രോഗ്രാമിന് നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് ഒരു ആങ്സൈറ്റി എന്നുള്ള ഒരു സംഭവം ഉണ്ടാകും. കാരണം എന്താണ്? ഇവിടെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ആരാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രതീതി ഓരോരുത്തർക്കും ഉണ്ടാകും. ആ ട്രെയിനിങ് എടുക്കുന്ന പാർട്ടിസിപ്പന്റ്, നിങ്ങളൊരു ട്രെയിനറാണ്, നിങ്ങളൊരു ട്രെയിനിങ് ബാച്ച് തുടങ്ങുന്നു. ആദ്യത്തെ ദിവസം നിങ്ങളുടെ ട്രെയിനീസ് വരുന്ന സമയത്ത്, അവരവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളാണ് ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത്, കാരണം എല്ലാവരും അപരിചിതരാണ്, ഈ ട്രെയിനർ പുതിയ ഒരാളാണ്, നമുക്ക് ആരെയും പരിചയമില്ല. സോ അവിടെ ഒരു ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആണ് അവിടെ ഉണ്ടാവുക. ഒരു ആങ്സൈറ്റി, ഒരു ആങ്ഷ്യസ് മൈൻഡ് ഉണ്ടാകും. അപ്പോ ഈ ആങ്ഷ്യസ് മൈൻഡിൽ നിന്ന് റിലാക്സ്ഡ് മൈൻഡ് സെറ്റ്, റിലാക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫേർട്ട് ആയിരിക്കുക. നമ്മൾ കംഫേർട്ട് ആയിരിക്കുന്ന സമയത്താണ് എപ്പോഴും വളരെ സുഖകരമായി നമുക്ക് പഠിക്കാൻ പറ്റുക. ഏതൊരു വിഷയവും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സന്ദർഭവും സമയവും എന്ന് പറയുന്നത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോ പാർട്ടിസിപ്പൻസിന്റെ മൈൻഡിനെ ഓപ്പൺ ചെയ്യുക എന്ന കർത്തവ്യം ആർക്കുണ്ട്? ട്രെയിനർക്കുണ്ട്. പാർട്ടിസിപ്പൻസിന്റെ മൈൻഡിനെ ഓപ്പൺ ചെയ്യാതെ നമ്മൾ പറയുന്ന ഒരു കാര്യവും അവരുടെ മൈൻഡിലേക്ക് പോവില്ല. അപ്പോ ആദ്യമേ തന്നെ ഇവരുടെ മൈൻഡ് ഓപ്പൺ ചെയ്യണം. നമ്മൾ പാർട്ടിസിപ്പൻസിന്റെ മൈൻഡിനെ എന്ത് ചെയ്യുക? നമ്മൾ തുറന്നു വെക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ അതിനിടയിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് വന്ന് ക്ലാസ് എടുത്തു. അപ്പൊ അതിന്റെ ഇടയിൽ അതിനെ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു സംഭവം, ഒരു ട്രെയിനർ വന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വന്ന ഒരു ട്രെയിനർ ക്ലാസ് എടുത്ത സമയത്ത് ഒബിയസ്ലി ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രത്യേകത ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രത്യേകത എന്താ?
ആർക്കാ പറയാൻ പറ്റുക? ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴുള്ള പ്രതീതി എന്തായിരിക്കും? ആ പറയൂ. ആ ആരുമില്ലേ പറയാൻ? ഉറക്കം. യെസ്, സക്കീർ സാർ പറഞ്ഞു അല്ലെ? ബൈജു സാർ പറയാൻ പോയതാണ് ഉറക്കെന്ന്. എനിവേ ഇവിടെ എല്ലാവരും പറഞ്ഞു സ്ലീപ്പ്. അപ്പോ ഉച്ചക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ കേട്ടോ. നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ടൈം ചോദിക്കണേ. ട്രെയിനേഴ്സ് എപ്പോഴും ടൈം ചോദിക്കണം. ഇപ്പൊ രാവിലത്തെ സമയമാണ് ഏറ്റവും സ്യൂട്ടബിൾ സമയം അല്ലെ? രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ സൂപ്പർ സമയമാണ്. ഉച്ചക്ക് 2 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചോ. എത്ര നല്ല സെഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും പാർട്ടിസിപ്പൻസ് ഉറക്കത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഉച്ചക്ക് ബിരിയാണി ആണെങ്കിൽ പിന്നെ പറയവും വേണ്ട. അപ്പോ അപ്പോ ഉച്ചക്ക് ശേഷമുള്ള ഒരു സെഷൻ, ആ സെഷനിൽ ഒരു ട്രെയിനർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന ക്യാമറാമാൻ, അതായത് ക്യാമറ ഫോട്ടോസ് പിടിക്കുന്ന, വീഡിയോ ചെയ്യുന്ന ആ ക്യാമറാമാൻ അദ്ദേഹത്തിന്റെ പണി മറന്ന് ആ ക്ലാസ് ഇരുന്ന് കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ പണി രാവിലെ മുതൽ ഫോട്ടോ എടുക്കുക, വീഡിയോ പിടിക്കുന്നതായിരുന്നു. ഇദ്ദേഹം ഭയങ്കര ചടുലമായിട്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, പിടിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയത്ത് ഒരു ട്രെയിനർ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്യാമറാമാൻ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാണ്. അദ്ദേഹം ആ വാതിൽക്കൽ ഇങ്ങനെ ചാരി നിന്നിട്ട് ക്ലാസ് കേൾക്കും. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ പണി പോലും മറന്ന് ഉറങ്ങാനുള്ള ഒരു സമയം അല്ലെ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയത്ത് ആ ട്രെയിനറുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നു. അദ്ദേഹം പോലും അറിയുന്നില്ല എന്റെ പണി ഞാൻ മറന്നിട്ട് അവിടെ ക്ലാസ് കേൾക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം ചിരിക്കുകയാണ്. അപ്പോ ഇതാണ് എൻഗേജിങ് ഓഡിയൻസ് എന്ന് പറയുന്നത്. പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയും എൻഗേജിങ് ഓഡിയൻസ് എന്ന് പറയും. അപ്പോ ഈ പിന്നെ മനുഷ്യന്മാരുടെ മനസ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരിലേക്ക് എത്തുള്ളൂ. അപ്പോ ട്രെയിനറുടെ ഉത്തരവാദിത്വമാണ് ഫിസിക്കൽ ക്ലാസ് ആയി കഴിഞ്ഞാലും വെബിനാർ ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യുക? അവരുടെ മനസ്സ് തുറക്കുക. അവർ ആങ്ഷ്യസ് ആണ്, ഡിസ്കംഫേർട്ട് ആണ് എങ്കിൽ അവർക്ക് കംഫേർട്ട് ആകുന്ന രൂപത്തിൽ അവരെ ഇരുത്തിയിട്ടായിരിക്കണം നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഐസ് ബ്രേക്കിംഗ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടി വരും. ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കുറിച്ച് അറിയാന്നുള്ളത്. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു, ഒരു സെയിൽസ്മാൻ വന്നു, അദ്ദേഹം ഓടിച്ചാടി വന്നിട്ട് ഒരു കാര്യം പറയുക എന്നതിനേക്കാൾ ആദ്യം അദ്ദേഹത്തിന്റെ പേരും സ്ഥലവും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷനും ഏത് കമ്പനിയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതും ആദ്യം തന്നെ വന്നിട്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു അപരിചിതനെ കണ്ടു കഴിഞ്ഞാൽ ആ അപരിചിതന്റെ പേരും സ്ഥലവും വീടും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പോ ഒരാളെ കുറിച്ച് അറിയുക എന്നുള്ളത് തന്നെ ഒരു കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്ന ആളെ കുറിച്ച് പാർട്ടിസിപ്പൻസ് അറിയുക. അപ്പൊ അവിടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകും. അപ്പോ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ, എന്താണ് നിങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കോ അതല്ലെങ്കിൽ ഒരു പക്ഷേ സംഘാടകരോ അത് നിർവഹിക്കും. അപ്പൊ അവിടെ ഒരു ക്രെഡിബിലിറ്റി രൂപപ്പെടും. പാർട്ടിസിപ്പൻസിന് നിങ്ങൾ ആരാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. മാത്രമല്ല ഒരു വാംത്ത് കൂടി അതിലുണ്ടാകും. വാംത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഊഷ്മളത എന്ന് പറയും. ഓക്കെ, വാംത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഷ്മളതയാണ്. അപ്പോ നമ്മളിവിടെ പരിചയപ്പെടുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മളുടെ ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ നമ്മളുടെ സ്ഥലമോ നമ്മളുടെ ഹോബീസോ നമ്മളുടെ ഇൻട്രസ്റ്റോ ഒക്കെ പറയുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് അതിൽ വരും. ഓക്കെ, ഇപ്പൊ ഞാൻ സൈക്കോളജി ചെയ്ത ഒരാളാണ്. ഇതിൽ സൈക്കോളജി ചെയ്ത ആരൊക്കെയുണ്ട്? സൈക്കോളജി ചെയ്ത എന്തെങ്കിലും ഡിപ്ലോമയോ അതല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ അതല്ലെങ്കിൽ PGയോ അതല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് എന്തെങ്കിലും കോഴ്സുകളോ ചെയ്ത എത്ര പേരുണ്ട്? യെസ്, അഫ്നാൻ ഉണ്ട്. ഓക്കെ, വേറെ ആരാളെ? ആ
മീ ടു. ഓക്കെ, റുബീന മാം ഉണ്ട്. അപ്പോ ഒരു 10 പേരുണ്ടെന്ന് കരുതാം. അപ്പൊ ഞാൻ സൈക്കോളജി ചെയ്ത ഒരാളാണ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് പാർട്ടിസിപ്പൻസിലുള്ള ഈ 10 പേർക്കും ഒരു കോമൺ എലമെന്റ് ഞാനുമായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധം രൂപപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ഒരു കോമൺ ഒരു ഫാക്ടർ വരുന്ന സമയത്ത് അവിടെ ആ ഒരു പാർട്ടിസിപ്പന്റും അതേപോലെ തന്നെ ഈ ട്രെയിനറും തമ്മിൽ, അല്ലെങ്കിൽ ട്രെയിനറും ട്രെയിനിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സ്ഥലം പറയുന്ന സമയത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് പറയുന്ന സമയത്ത് പാർട്ടിസിപ്പൻസിൽ ഒരു 5 പേര് തൃശ്ശൂരുണ്ടെങ്കിൽ തൃശ്ശൂർ സാറ് തൃശ്ശൂരാണോ, നമ്മൾ തൃശ്ശൂർക്കാരനുണ്ടോ, നമ്മളെ സ്വന്തം ആളാണ്. ആ, അവിടെ എന്തായി? അപ്പോ 10 പേര് നേരത്തെ സൈക്കോളജി ചെയ്തവരായിട്ട് ബിൽഡപ്പായി. ഇവിടെ അത് 5 പേര് ആരാണ്? 5 പേര് തൃശ്ശൂർക്കാർ വന്നു. അപ്പൊ അവരായിട്ട് ഞാനൊരു ബന്ധം സ്ഥാപിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് ഞാൻ പറയാണ്. ഞാൻ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഒരു 90% ആൾക്ക് യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോ ഞാൻ പറയും, ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങള് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയി, പക്ഷെ വളരെ ബ്ലോക്ക് ആയിരുന്നു എന്ന് പറയാണ്. അപ്പൊ അവിടെ എന്താണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുമായിട്ട് ഞാൻ, അപ്പൊ ഇതേപോലെ നമ്മളുടെ ക്രെഡിബിലിറ്റി, അതല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ ഹോബീസ്, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പാർട്ടിസിപ്പൻസുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? രൂപപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ അതിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രൈമിംഗ് പറയാനുള്ള ഒരു കാരണം, മനസ്സ് തുറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സ് ഓപ്പൺ, റിലാക്സ്ഡ് മൈൻഡിലേക്ക് ആരെ കൊണ്ടുവരിക? റിലാക്സ്ഡ് മൈൻഡിലേക്ക് പാർട്ടിസിപ്പൻസിനെ, ട്രെയിനീസിനെ കൊണ്ടുവരുന്ന ഒരു പ്രകടനമാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൈമിംഗ് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പ്രസന്റേഷൻ സ്ലൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെ? പ്രസന്റേഷൻ സ്ലൈഡ്സുകൾ പലപ്പോഴും വെബിനാറുകളെ മനോഹരമാക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ പ്രസന്റേഷൻ സ്ലൈഡുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ചില ആളുകൾ പലപ്പോഴും ഈ പ്രസന്റേഷൻ സ്ലൈഡുകളിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കും. സാധനങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പ്രോഗ്രാമുകൾ, പ്രസന്റേഷൻ, PPT നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ PPTകൾ തയ്യാറാക്കാൻ പാടുള്ളതല്ല. മറിച്ച് ഇങ്ങനെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ലൈഡ്സിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് വല്ല പിന്നെ പ്രാധാന്യമുണ്ടോ? ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കാണിക്കുന്ന സ്ലൈഡ്സിൽ കാണിക്കുകയാണ്. മാത്രമല്ല 7 മണിക്ക് തുടങ്ങുന്ന വെബിനാറുകളിൽ ഓപ്പൺ ആക്കി വെക്കുന്ന സ്ലൈഡ് അവസാനിക്കുന്നത് എപ്പോഴാണ്? 8 മണിക്ക് കഴിയുമ്പോഴാണ്. അപ്പോഴാണ് ആ സ്ലൈഡ് ക്ലോസ് ചെയ്യുക. അതുവരെ നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ സ്ലൈഡ് ആയിരിക്കും. എന്നെ ഇതിൽ കാണുകയില്ല. ഞാൻ ചിലപ്പോൾ ഒരു മൂലക്ക് കോർണറിൽ പോയിരിക്കും. ഈ സ്ലൈഡ്സിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആക്കുന്നതോടെ തന്നെ എന്തായി? അത് അവർക്ക് കിട്ടി. പിന്നെ നിങ്ങൾ അവിടെ പറയുന്നതിന് യാതൊരു പ്രാധാന്യവും ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് സ്ലൈഡ്സുകളിൽ നിങ്ങൾ ഒരു കാരണവശാലും കുത്തി നിറക്കരുത്. മറിച്ച് ആ സ്ലൈഡുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഒന്നുകിൽ അതിൽ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് എഴുതുക. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിന്റെ ഒരു പോയിന്റ് മാത്രമാണ് എഴുതി വെക്കേണ്ടത്, ബാക്കി നിങ്ങൾ വിശദീകരിക്കുകയാണ് വേണ്ടത്. അപ്പോ ബുള്ളറ്റ് പോയിന്റുകളാക്കാം, ഡയഗ്രാം ആക്കാം, ഒരു ഇമേജ് കൊടുക്കാം, ഒരു ഇൻഫോഗ്രാഫിക്സ് കൊടുക്കാം. ഇങ്ങനെ മാത്രമേ പ്രസന്റേഷൻ സ്ലൈഡുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഒരു കാരണവശാലും തുടങ്ങിയ സമയത്ത് ഓപ്പൺ ആക്കി വെക്കുകയും അവസാനിക്കുന്ന സമയത്ത് വരെ ഇതിങ്ങനെ റൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധനമായിട്ട്, അത് കുറച്ചു കാലം വരെ അതായിരുന്നു ട്രെൻഡ്. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് മാറി. ആവശ്യമുള്ള സമയത്ത് നമ്മൾ കാണിക്കുക, അത് ഓഫാക്കി വെക്കുക.
അപ്പോ ആ ഒരു രീതിയാണ് നമ്മൾ വെബിനാറുകളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പ്രസന്റേഷൻ സ്ലൈഡുകൾ നമ്മൾ രൂപപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ എന്താണ് ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ സ്ലൈഡുകൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ ആളുകൾക്ക് അത് കൃത്യമായിട്ട് അത് ലഭിക്കുകയും അതിനുശേഷം നമ്മൾ പറയുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് Q&A എന്നുള്ളത്. Q&A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വെബിനാർ തുടങ്ങിയിട്ട് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിസിപ്പൻസിന് സംസാരിക്കാനോ ചോദിക്കാനോ ഒന്നും യാതൊരു അവസരവും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ദുരന്ത സമാനമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോ Q&A എന്നുള്ളത്, Q&A എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു സമയം തന്നെ ഉണ്ടെങ്കിൽ പോലും ഇൻ ബിറ്റ്വീൻ ആളുകൾക്ക് മൈക്ക് എടുക്കാനും ചോദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ നമ്മളൊരു 1 hour സെഷന്റെ കാര്യം മാത്രം, നിങ്ങൾ ഒരു പക്ഷെ ഒരു കോഴ്സ് ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങളൊരു കോഴ്സ് കൊടുക്കുന്ന ഒരാളാണ്, ഒരു 1 week കോഴ്സ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാർട്ടിസിപ്പാന്റിന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഒരു 1 hour സെഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരു വീക്കിലി ഒരു കോഴ്സ് കൊടുക്കുന്ന ഒരാളാണ്, ഒരു ടീച്ചറാണ്, നിങ്ങളൊരു വെബിനാർ സംഘടിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പാർട്ടിസിപ്പാന്റിന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം അപ്പോൾ തന്നെ ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കാൻ പറ്റണം. 1 hour സെഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 1 hour സെഷനിൽ ഒരു പക്ഷെ അങ്ങനെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ ഒരു ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കോഴ്സ് കൊടുക്കുന്നു, ഒരു വീക്ക് ക്ലാസ് കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാർട്ടിസിപ്പന്റിനെ ഒരു പക്ഷേ ചോദിക്കേണ്ട ഒരു സമയത്ത് ചിലപ്പോ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് രൂപപ്പെടുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ക്ലിയർ ആയാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാനൊരു 4ാമത്തെ പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5ഉം 6ഉം 7ഉം ഈ 4ാമത്തെ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണെങ്കിൽ എൻ്റെ സ്റ്റുഡന്റ്, ഈ സ്റ്റുഡന്റിന് 4ാമത്തെ പോയിന്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള 5ഉം 6ഉം 7ഉം ആ കുട്ടിക്ക്, അതല്ലെങ്കിൽ ആ ഒരു മെമ്പർക്ക്, ആ ഒരു പാർട്ടിസിപ്പന്റിന് മനസ്സിലാവില്ല. അപ്പൊ നമ്മള് ഏറ്റവും അവസാനം Q&A എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് നേരത്തെ ക്ലിയർ ആക്കിയാൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു വെബിനാർ, ഈ വെബിനാറിന്റെ ഒരു സാഹചര്യവും അതിന്റെ കോണ്ടന്റും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ബി ഓപ്പൺ ടു ക്വസ്റ്റ്യൻസ്, അല്ലെ? അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു മനോഭാവം. ക്വസ്റ്റ്യൻസിന് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചോദിക്കുമല്ലോ എന്നുള്ളതാണ്. ചോദ്യങ്ങളെ നേരിടാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ എന്നെത്തുന്നുവോ അന്നാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കാൻ പറ്റുക. നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യത്തെയും നേരിടാം. ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് അതൊരു നമുക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമൊന്നുമല്ല. ലോകത്ത് എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല, എല്ലാ അറിവും ആർക്കുമില്ല. ഒരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ സമീപിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ പറ്റണം എന്നൊന്നും ആരും ശാഠ്യം പിടിക്കേണ്ടതില്ല, അങ്ങനെ ആർക്കും പറയാനും പറ്റില്ല. അപ്പോ ചോദ്യങ്ങളെ നമ്മൾ ആരും ഭയക്കേണ്ടതില്ല. ചോദ്യങ്ങൾ, ഓപ്പൺ ടു ക്വസ്റ്റ്യൻസ്, ചോദിക്കട്ടെ. ചോദ്യങ്ങൾ നന്നായിട്ട് വരാൻ ഉള്ള ഒരു സാഹചര്യം നമുക്ക് രൂപപ്പെടും. അപ്പൊ Q&A സെഷൻ. അപ്പൊ അതേപോലെ തന്നെ Q&A സെഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എൻഗേജിങ്, അതായത് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ ഇത്രയും സെഷനുകൾ എടുത്തതിന്റെ ഇടയിൽ തന്നെ ഞാൻ പല ക്വസ്റ്റ്യൻസും നിങ്ങളോട് ചോദിച്ചു, അല്ലെ? ആസ്ക് ക്വസ്റ്റ്യൻസ്.
ഞാൻ ചോദിച്ചില്ലേ, കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അതിന് റിപ്ലൈ ചെയ്തു. അപ്പോ Q&A സെഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ്, ട്രെയിനർ അങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പാർട്ടിസിപ്പൻസ് ഈസ് എൻഗേജിങ്. ഇപ്പൊ നേരത്തെ പിന്നെ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ച സമയത്ത് ബൈജു സാറ് എന്താണ് ആൻസർ പറയാൻ വേണ്ടി ഇങ്ങനെ മ്യൂട്ടിലേക്ക് അല്ലെ അൺമ്യൂട്ട് ചെയ്യാൻ വരുന്നത് ഞാൻ ഇവിടുന്ന് കണ്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞില്ലെങ്കിൽ പോലും പറയാൻ വേണ്ടി എന്താണ് ഇതേപോലെ ചിലപ്പോ വീഡിയോ പിന്നെ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ പലരും അങ്ങനെ വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇന്നതാണ് ഉത്തരം അല്ലെ. അപ്പൊ അവിടെ മൈൻഡില് നമ്മൾ ഒരു സംഭവത്തെ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, ഒരു ഉത്തരം അവരുടെ മൈൻഡിൽ ജനറേറ്റ് ചെയ്തു. അതാണ് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്ന് പറയും. നമ്മളുടെ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എങ്ങനെ പറഞ്ഞു പോവാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യവും ഇല്ല, ഒരു ഉത്തരവും ഇല്ല. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പിന്നെ ഒരു സാധ്യതയും ഇല്ല, മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല, ഒന്ന് തിങ്ക് ചെയ്യാൻ പോലും, തിങ്ക് ചെയ്യാൻ, ഒന്ന് ആലോചിക്കാൻ പോലും ഒന്നുമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ചിരിക്കാൻ ഒന്നുമില്ല. ഇങ്ങനെ തുടങ്ങി ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു വെബിനാറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ വരണ്ട വെബിനാർ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. വരണ്ടത്. അപ്പൊ നമുക്ക് വരണ്ടതല്ല നമുക്ക് എടുക്കേണ്ടത്, മറിച്ച് എന്താണ്, സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വെബിനാറാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ പാർട്ടിസിപ്പൻസിന്റെ മനസ്സ് തുറന്നിട്ട് അവിടെ എന്തെങ്കിലും ചിന്തകൾ കൊടുക്കാൻ, അവിടെ ഒന്ന് ചിരിപ്പിക്കാൻ, അവർക്കൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ, അതല്ലെങ്കിൽ അവർക്കൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാൻ ഉള്ള ഒരു സാധ്യതയെ അല്ലെ ആസ്ക് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ ആ ചോദ്യങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. അപ്പൊ Q&A സെഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നീണ്ട പിന്നെ കാര്യമാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാനുണ്ട്. എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, ചോദ്യത്തിന് മറുപടി പറയുന്ന പാർട്ടിസിപ്പൻസ്, ആ പാർട്ടിസിപ്പൻസോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അവരെ എങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, എങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം പറയണം. പിന്നെ അതേപോലെ തന്നെ ചോദ്യം പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ് എന്ന് മറക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഉണ്ട് ചില ആളുകൾ. ചോദ്യം ചോദിച്ചോളൂ എന്ന് പറയും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മൈക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി ഈ ചോദിക്കുന്ന ആള് ട്രെയിനറായി മാറും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പൊ ഇവരൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഒരു മണിക്കൂറിന്റെ ക്ലാസ്സിന് വേണ്ടി ഞാൻ നിങ്ങൾ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ മൈക്ക് എപ്പോഴോ അൺമ്യൂട്ട് ചെയ്ത സമയത്ത് അതിലൊരാൾ എടുത്തു. അയാൾ അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണ്ടേ? അദ്ദേഹത്തെ ഒരു ട്രിക്കിലൂടെ അതൊന്ന് നിർത്തണമല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഹാൻഡിൽ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായി കഴിഞ്ഞു കഴിഞ്ഞാലും ആൻസർ പറയുന്നവരെ ഇതാക്കാനായി കഴിഞ്ഞാലും ഒക്കെ അവിടെ നമ്മൾ ആ Q&A എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പാർട്ടിസിപ്പൻസിനെ എൻഗേജ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ ഇൻവോൾവ്മെന്റ് എന്നുള്ളതാണ്. ഇൻവോൾവ്മെന്റ്, അതായത് നമ്മുടെ വെബിനാറിൽ പാർട്ടിസിപ്പൻസിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. വെറുതെ ഇങ്ങനെ വീട്ടിൽ അവിടെ വെറുതെ ഇത് കേൾക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു എലമെന്റ് നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ നമുക്ക് ക്രമപ്പെടുത്താൻ പറ്റണം. അപ്പൊ അതിനെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ അതിനെ ആ ഒരു പിന്നെ Q&A സെഷന് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. അതൊരു നീണ്ട സെഷനാണ്, നമുക്ക് 1 hour സെഷൻ എടുക്കാനുള്ള ഒരു ഭാഗം മാത്രമുണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ആസ്ക് ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോൾസ് ആൻഡ് ബ്രേക്ക് ഔട്ട് റൂംസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ സൂം ഉപയോഗിക്കുന്ന സമയത്ത്, വെബിനാർ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട് റൂം എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? എത്ര പേര് ബ്രേക്ക് ഔട്ട് റൂം ഉപയോഗിക്കുകയോ അതിൽ കയറുകയോ ചെയ്തിട്ടുണ്ട്? എത്ര പേർക്ക് അറിയാം ബ്രേക്ക് ഔട്ട് റൂമിനെ കുറിച്ചിട്ട്? അമീർ സാർ നോ, ഡോണ്ട് നോ, നോ 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 നോ. ഓക്കെ ഓക്കെ ഓക്കെ
അപ്പോൾ കുറെ പേര് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പോൾ ബ്രേക്ക് ഔട്ട് റൂം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വെബിനാറിൽ. ഓക്കെ, ആ വെബിനാറിലെ ബ്രേക്ക് ഔട്ട് റൂമിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു തരാം. അതിന് മുമ്പ് പോൾ യൂസ് ചെയ്തിട്ട് ആളുകൾ ആരൊക്കെയുണ്ട്? പോൾ എന്നൊരു സംഭവം. പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷന്റെ സമയമാണല്ലോ അല്ലെ. പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അപ്പൊ പോള് എന്നുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ്. നമുക്ക് പോൾ ഉപയോഗിക്കാം. പോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോ അതില് ആ ക്വസ്റ്റ്യൻസ് എത്ര പേര് ആൻസർ ചെയ്തു, അവരെന്താണ് ഇപ്പൊ ഒരു പോള് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും അല്ലെ. പോള് വന്നോ? ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും എത്ര പേര് ഇതിൽ ആൻസർ ചെയ്തു. 7 ആൻസർ ചെയ്തു. 7 പേരും യെസ് ആണ് അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്ത് ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നതെന്നുള്ളത്. അപ്പൊ ഇതാണ് പോള് എന്ന് പറയുന്നത്. അപ്പൊ പോള് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കൊടുക്കാം. ക്വസ്റ്റ്യൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, എത്ര പേര് ഇത് ആൻസർ ചെയ്തു, എത്ര പേര് അവിടെ ഉണ്ട് എന്ന് എനിക്കറിയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ തൽക്കാലം ആ പോള് ഞാൻ ഇവിടെ പിന്നെ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് റൂമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണാം. ഇതെങ്ങനെയാണ് ഈ ബ്രേക്ക് ഔട്ട് റൂം ഉള്ളത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം എന്താണ് ബ്രേക്ക് ഔട്ട് റൂം? ബ്രേക്ക് ഔട്ട് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫിസിക്കൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവില്ലേ അല്ലെ. ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ എന്താണ് ഒരു 10 ചെയർ വെച്ചിട്ട് ഒരു 4 ടീമുകളാക്കും. 40 ആളുണ്ടെങ്കിൽ 10 ചെയർ വെച്ചിട്ട് എന്താണ് 4 കാറ്റഗറി ആക്കിയിട്ട് അവരെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കും. അപ്പൊ വെബിനാർ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെ ചെയ്യും? ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ 19 പേരുണ്ട്. 19 പേരെ നമുക്കൊരു 4 കാറ്റഗറി ആക്കണം. ഈ 4 കാറ്റഗറി ആക്കി എങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യും? ഇവിടെ ആകെ ഒറ്റ പ്ലാറ്റ്ഫോം ഉള്ളൂ. അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് ബ്രേക്ക് ഔട്ട് റൂം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ 4 റൂമുകളിലേക്ക് പോകാം. അപ്പൊ അതിന്റെ ചെറിയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്കൊരു 4 റൂമിൽ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്കതൊന്ന് അനുഭവിക്കാം. അപ്പോ ഇവിടെ ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് ആ വീഡിയോ ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. Once in a meeting, if you are the host or co-host, click the breakout rooms icon in your main toolbar and select your number. ഓക്കെ, അതായത് നിങ്ങളിവിടെ വീഡിയോ കാണുന്നുണ്ടാകും. ഇവിടെ നമ്മുടെ സൂമില് ഇവിടെ ഏറ്റവും അടിയിൽ 4 ഒരു വിൻഡോസിന്റെ ബട്ടൺ പോലുള്ള ബ്രേക്ക് ഔട്ട് റൂം എന്ന് കാണും. ഈ ബ്രേക്ക് ഔട്ട് റൂം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് വരിക. ഓക്കെ, ആ വിൻഡോ വന്നതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ എത്ര റൂം വേണം എന്ന് ഇവിടെ ചോദിക്കും. അതായത് നിങ്ങളാണ് ഹോസ്റ്റ് എങ്കിലാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഹോസ്റ്റ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റിനാണ് പറ്റുക. ഇവിടെ ബ്രേക്ക് ഔട്ട് റൂം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. വിൻഡോയിൽ നമുക്ക് എത്ര റൂം വേണം എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള 3, 4, 5 എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ അസൈൻ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം തന്നെ ഇപ്പൊ ഇവിടെ 18 പേരുണ്ട്. 18 പേരെ എന്ത് ചെയ്യും? 4 റൂമിലേക്ക് ആക്കും. മാനുവലി ആണെങ്കിൽ നമുക്ക് തന്നെ ഓരോരുത്തരും ഏത് റൂമിലേക്ക് പോകണം എന്നുള്ളത് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഓരോരുത്തരും ഓരോ റൂമിലേക്ക് നമ്മൾ പോകും. അവിടെ നമുക്ക് സമയം എന്ത് ചെയ്യാം, ടൈം കൊടുക്കാം. നമുക്ക് ടൈം കൊടുക്കാം. എത്ര സമയം നമുക്ക് ആ റൂമുകൾ ഓപ്പൺ ആക്കി വെക്കണം എന്നുള്ള സമയമൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ജസ്റ്റ് ഇപ്പൊ ഞാനൊരു 4 റൂം ആക്കുകയാണെങ്കിൽ അസൈൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ വരും. നിങ്ങൾ എന്താണ് ഒരു റൂമിലേക്ക് പോകണ്ട, ജസ്റ്റ് അവിടെ പോവാ, തിരിച്ചിങ്ങോട്ട് വരിക കേട്ടോ. എൻഡ് മീറ്റിംഗ് അടിക്കരുത് കേട്ടോ. ഓക്കെ, എൻഡ് മീറ്റിംഗ് അടിച്ചാൽ നിങ്ങൾ പോവും. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എൻഡ് മീറ്റിംഗ് ആരും അടിക്കരുത്. എൻഡ് റൂമാണ് കേട്ടോ. എൻഡ് ബ്രേക്ക് ഔട്ട് റൂം എന്നോ അങ്ങനെ മാത്രമാണ് കൊടുക്കേണ്ടത്. എൻഡ് മീറ്റിംഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി പോകും. സോ ലെറ്റ്സ് ബിഗിൻ. ഞാനൊന്ന് ഇതാക്കാണ്.
ഓക്കെ, സോ എല്ലാവരും തിരിച്ചു വന്നു എന്ന് വിചാരിക്കുകയാണ്. തിരിച്ചു വന്നു, കാരണം ബ്രേക്ക്ഔട്ട് റൂം നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോ നിങ്ങളിപ്പോ ഒരു റൂമിൽ പോയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ റൂമിൽ പോയിട്ട് എന്താണ്, അവിടെ കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു ടീം ആക്കിയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഹോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ റൂമിലും പോവാം. അപ്പൊ ഞാൻ ഒന്നാമത്തെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കി റൂമിൽ ഞാൻ വന്നില്ല. അവിടെ എനിക്ക് ഒന്നാമത്തെ റൂമിലെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. രണ്ടാമത്തെ റൂമിൽ എനിക്ക് പോകാം, മൂന്നാമത്തെ റൂമിൽ പോകാം. അങ്ങനെ ഹോസ്റ്റുകൾ എത്ര പേരുണ്ടോ അവർക്ക് വേണമെങ്കിൽ ഓരോ റൂമിലും പോകാം. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള എലമെന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വെബിനാറുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ തോന്നുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് തന്നെ തോന്നലുണ്ട് ഫിസിക്കൽ ക്ലാസ്സുകൾ ഒപ്പം വെബിനാറുകൾ എത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കലി ക്ലാസ് എടുക്കുന്നത് ആ ഒരു അനുഭവം, ആ ഒരു ഫീലിംഗ് നമുക്ക് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ആ ഒരു മികവ് ആർക്കാണ് ഉണ്ടാവേണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും ആ മികവിലേക്ക് നമുക്ക് എത്തണം. അങ്ങനെ മികവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെയും പിടിച്ചിരുത്താനും ഓരോരുത്തരെയും അവരുടെ മൈൻഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമ്മളുടെ കോണ്ടന്റുകൾ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ പറയാൻ പിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ 7 കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്, പക്ഷെ 7നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈവൻ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നതായി കഴിഞ്ഞാലും ഫീഡ്ബാക്ക് എടുക്കുന്നതായി കഴിഞ്ഞാലും ഒക്കെ ഫീഡ്ബാക്ക് എടുക്കുന്നതും ഫീഡ്ബാക്ക് പറയുന്നതും ഒക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളതാണ്. സാധാരണ നമ്മൾ ട്രെയിനറിൽ ഡീലിംഗ് വിത്ത് ഓഡിയൻസ് മാത്രം ചിലപ്പോൾ 3 ദിവസം നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറയാം. നിങ്ങൾക്കുള്ള അവസരമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. റീക്യാപ്പ് ചെയ്യുമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ. എന്തായാലും റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ റെക്കോർഡ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ജസ്റ്റ് കേൾക്കാലോ. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. Any questions, feedback? ഒന്നും പറയാനില്ല ആർക്കും? ഞാൻ ഇത്ര നേരം പറഞ്ഞില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയേ. അൺമ്യൂട്ട് ആണ് അല്ലെ? ഓക്കെ, പറയാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, യെസ് യെസ്, ഇനി പറയാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതില്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആൾക്കാരെ മ്യൂട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, പറഞ്ഞോ. ഹലോ സർ, ഞാൻ സമീറാണ്. സമീറ മാം പറയൂ. ഞാന് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത അത് മുതൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ ബ്രേക്ക് ത്രൂ സെക്ഷൻ ഒന്നും ഞാൻ കേട്ടിട്ടില്ല, പുതിയൊരു അറിവാണ്. നല്ല ഒരു ഇൻഫോർമേറ്റീവ് സെക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് പാട്ട് കേൾക്കണം എന്നുണ്ടായിരുന്നു. സാർ റെക്കോർഡ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ ഷുവർ ഷുവർ, നമ്മള് അക്കാദമിയുടെ ഗ്രൂപ്പിൽ നമ്മുടെ റെക്കോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു സമീറ മാം. സാറേ, ബൈജു ആണ്. പിന്നെ നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ ഈ ബ്രേക്ക് ഔട്ട് റൂംസും സൂമിൽ എടുക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് റൂം ഒക്കെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ആ ഒരു ഓഫ്ലൈൻ സെഷന്റെ ഒരു ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനും
അപ്പോ ഇത് ഒരു ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തന്നത് വളരെ ഉപകാരം. ഇനി അടുത്ത സെഷനിലൊക്കെ അത് ഉപയോഗിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ബൈസാറിനോട് ഇപ്പൊ ഒരു 2 hour മുമ്പ് സംസാരിച്ച് വെച്ചേ ഉള്ളൂ ഞങ്ങള്, അല്ലെ, ഫോണിൽ ത്രൂ സംസാരിച്ചു. എന്തായാലും സന്തോഷം സാറെ ഇവിടെ കാണാൻ പറ്റിയതിൽ കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു ബൈജു സാർ. ഈ ബ്രേക്ക്ഔട്ട് റൂം പറഞ്ഞോ അബ്ദുള്ള സാർ പറഞ്ഞോ. ബ്രേക്ക്ഔട്ട് റൂം നമ്മളിപ്പോ ഹോസ്റ്റിന് ഉപയോഗിക്കാന്ന് പറഞ്ഞു, പക്ഷെ അത് ലൈസൻസ്ഡ് വെർഷനിൽ മാത്രമല്ല അവൈലബിൾ ഉള്ളൂ. അതെ ലൈസൻസ്ഡ് വെർഷനിൽ മാത്രമേ അത് അവൈലബിൾ ആയിരിക്കും. വേറെ ആരോ ചോദിക്കണം എന്ന് പറഞ്ഞല്ലോ. ലൈസൻസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്, നമുക്കൊരു മന്ത്ലി 1500 അത്രയും നമുക്കൊരു എമൗണ്ട് വരും. അപ്പോൾ അവർക്കാണ് റെക്കോർഡ് ചെയ്യാനുള്ള ആക്സസ് കിട്ടുക. അതേപോലെ തന്നെ ബ്രേക്ക്ഔട്ട് റൂം, അതേപോലെ തന്നെ വൈറ്റ് ബോർഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ആ ഓപ്ഷൻസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ട്രെയിനർമാരാകുന്ന സമയത്ത് ഒബിയസ്ലി നമ്മളെല്ലാവരുടെയും കയ്യിൽ ഒരെണ്ണമെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു 5 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പേര് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒരു സൂം മേടിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ 5 പേർക്ക് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഇടയ്ക്ക് പ്രോഗ്രാമുകൾ നടത്താലോ. അപ്പൊ 5 പേര് വരുന്ന സമയത്ത് 1500 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ എമൗണ്ടേ നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഏത് സമയത്തും എന്താണ് സ്വന്തമായിട്ട് വെബിനാർ നടത്താം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ഫിസിക്കലി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ എത്ര നാൾ കാത്തിരിക്കണം, അല്ലെ? എന്നാൽ നമുക്കൊരു ഓൺലൈൻ വെബിനാർ നടത്താൻ നമുക്കൊരു 10 ആളെ കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇത് നമ്മളൊരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്താണ്, നമ്മൾ വെറും പിന്നെ എന്താവും, നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഫിസിക്കലി മാത്രം ഞാൻ ക്ലാസ് എടുക്കുന്നു വിചാരിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ താഴേക്ക് പോവുകയുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്കിലി 1 വെബിനാർ എങ്കിലും എടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വെബിനാർ എടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളൊരു ക്ലബ്ബ് പോലെ ഉണ്ടാക്കുക, നിങ്ങൾ 10 പേര് നിങ്ങൾ മാറി മാറി എടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ആവുക. സോ അതേപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇതേപോലെ തന്നെ വീക്കിലി വെബിനാറുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവിടെയൊക്കെ പോവുക, വെബിനാർ എടുക്കുക. ഫിസിക്കലി മാത്രം ഞാൻ എടുക്കും എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനും ആളുകളുടെ പിന്നെ കോണ്ടാക്ട് വർദ്ധിപ്പിക്കാനും നമ്മളെ ബ്രാൻഡ് ചെയ്യാനും ഒക്കെ വെബിനാറുകൾ നല്ല സാധ്യതയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ്ലി നമ്മൾ വെബിനാറുകൾ എടുക്കാം. ഓക്കെ, വേറെ മാം? ഗുഡ് ഈവനിങ്. ഷീബ മാം പറയൂ. ഗുഡ് ഈവനിങ്. ഷീബ. ഓക്കെ സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാർ. ഈ ഒരു വളരെ ചുരുങ്ങിയ സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങി കാലെടുത്ത് വെക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ 2-3 ദിവസം മുന്നേ സാറിന്റെ ഒരു സെഷൻ കേട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില്, സാറിന്റെ ഒരു ക്ലാസ്. അപ്പം അതുകൊണ്ട് പെട്ടെന്നാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആണ് ജോയിൻ ചെയ്തത്. അപ്പം വളരെ ഹെൽപ്ഫുൾ ആയി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഫോർ ജോയിനിങ്. അതേപോലെ തന്നെ ട്രെയിനിങ്ങിലേക്ക് വരുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ്ലി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കരിയർ, ഏറ്റവും സൂപ്പർ കരിയർ ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത്രത്തോളം നമുക്ക് പാഷനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ട്രെയിനർ ആണല്ലോ, അപ്പൊ ഞാൻ ഒബിയസ്ലി ഞാൻ അങ്ങനെ തന്നെയുള്ള പറയാം. ബട്ട് എന്താണ്, നിങ്ങളൊരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ കൺസിസ്റ്റന്റ്ലി വർക്ക് ചെയ്യുക. നല്ലൊരു കരിയർ ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ട്രെയിനറായിട്ട് സംസാരിച്ച അദ്ദേഹം ട്രെയിനിങ്ങിലൂടെ ഏകദേശം ഒത്തിരി ഒരുപാട് പിന്നെ ഒബിയസ്ലി നമ്മളൊരു ഇൻകം കൂടി നമ്മൾ ഇതിലൂടെ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ നിലക്ക് തന്നെ ട്രെയിനിങ്, കോച്ചിങ്, മെന്ററിങ് ഇതിനൊക്കെ വലിയ സാധ്യതയാണ്, വിശേഷിച്ചും ഓൺലൈൻ. ഞാൻ പിന്നെ ഊന്നി പറയാണ്, എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി പറയാണ്, ഓൺലൈനിൽ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ട്രെയിനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഹലോ ഫൈസൽ സർ, ഞാൻ അമീറാണ്. അമീർ സാർ പറയൂ. സർ, ഇനി സാറിന്റെ ഇതുപോലത്തെ മാസ്റ്റർ ക്ലാസ്സസ് ഇനി ഉണ്ടാവും ആഴ്ചയില് അതോ മാസത്തില്? ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും സാറിന്റെ. അങ്ങനെ കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാ. ഓക്കെ സർ, നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ ഈ നമ്മളൊരു എന്താ പറയാ, ഒരു ദിവസം അതിനായിട്ട് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ ഒന്നുണ്ടാവും. കാരണം എല്ലാവർക്കും ഐസ് ബ്രേക്കിംഗ്
പാട്ടുകൾ ചെയ്യിപ്പിച്ചാല്, ഓരോരോ സെക്ഷനെ ചെയ്യിപ്പിച്ചാല് ഒന്നും കൂടെ സാറ് ഉപകാരപ്പെടും തോന്നുന്നു. ക്ലിയർ ആയില്ലല്ലോ സാറ്, എന്തായിരുന്നു ഒന്നുകൂടി പറയോ? ഐസ് ബ്രേക്കിംഗ് അല്ലേ? ഹലോ, ഞാൻ ഇവിടെ പുറത്താണ്. ആഴ്ചയില് ആഴ്ചയിലല്ല, ഐസ് ബ്രേക്കിംഗ്. ഐസ് ബ്രേക്കിംഗ്. അത് അതിന് വേണ്ടി മാത്രം സെക്ഷൻ, ഒരു ദിവസത്തെ സെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാലേ അത് എനിക്ക് തോന്നുന്നുണ്ട് ഐസ് ബ്രേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ട്രെയിനിങ്ങിലും എല്ലാവർക്കും ശോഭിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമ്മുടെ സഭാകമ്പം മറ്റുള്ള മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓക്കെ നല്ലൊരു ഇതാണ് ഐസ് ബ്രേക്കിംഗ് അല്ല, ഗെയിംസ്, എനർജൈസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം കൂടിയിട്ടല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ. കാരണം ഈ ഗെയിംസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നതും എനർജൈസേഴ്സ് എന്ന് പറയുന്നതും ഒക്കെ ഡിഫറെന്റ് ആണ്. ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ നേരത്തെ പറഞ്ഞ റിലാക്സ്ഡ് മൈൻഡിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധനമാണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗെയിംസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു വിന്നർ ഉണ്ടാകും. അവിടെയാണ് ഗെയിംസ് എന്ന് പറയുന്നത്. ഗെയിം എന്ന് പറയുമ്പോൾ വിന്നർ ഉണ്ടാകുന്നതാണ്. എനർജൈസേഴ്സ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ നമ്മ സെഷൻസിന്റെ ഇടയിലൊക്കെ കൊടുക്കുന്ന പിന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, ഉറക്കം കെടുത്തുന്ന, ഉറക്കം കെടുത്തുന്നല്ല, ഉറക്കം പിന്നെ വരുന്ന സമയത്തൊക്കെ കൊടുക്കുന്ന സാധനമാണ് എന്ത്, എനർജൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു കാര്യമാണ് അവിടെ അബ്ദുള്ള പറഞ്ഞത്. താങ്ക് യു. വേറെ ആരൊക്കെയാണ് പറയാനുള്ളത്? നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പോലും, അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പോലും ചില വാല്യൂസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് പോകാൻ നിൽക്കുന്നവരൊക്കെ പോണോ പോണ്ടേ എന്ന് ചിന്തിക്കുക. അതായത് ഒരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ജസ്റ്റ് ആൻസർ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തൊരു സംഭവം പറയാം. അവർ പറഞ്ഞതിനേക്കാൾ ഒരു ആഡ് ചെയ്തൊരു സാധനം പറയുമ്പോൾ പോകാൻ നിൽക്കുന്നവരൊക്കെ എന്തോ ഇനിയും കിട്ടും, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാവും അല്ലെ? ഉണ്ടാവൂലേ? അതായത് ആൻസറിന് യെസ് ഓർ നോ പറയുന്ന പകരം അതിന് വിശദീകരിച്ച് പറയുന്ന അർത്ഥം. വിശദീകരിക്കാന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ പോലെ കൊടുക്കുക. സംതിങ്, എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. ജസ്റ്റ് ഇപ്പോ അതിനൊരു ആൻസർ പറയുന്നതിന് ഇപ്പൊ ഞാൻ പിന്നെ ഇതുള്ള ഐസ് ബ്രേക്കിംഗ് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഐസ് ബ്രേക്കിങ്ങിന് പകരം ഞാൻ എന്താ പറഞ്ഞത്, അതിന് ഗെയിംസ് ഉണ്ട്, എനർജൈസേഴ്സ് ഉണ്ട്, അതെന്താണ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ഇതേപോലെ സംതിങ് നമ്മൾ എന്ത് ചെയ്യുക, അത് ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കുറച്ചും കൂടി വാല്യൂബിൾ ആക്കി പറയുന്ന സമയത്ത് പോകാൻ നിൽക്കുന്നവരെ പോലെ അല്ലെ, നന്ദി പറയാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേനും കസാരയെ നെഞ്ചു പോകില്ല അല്ലെ? അപ്പൊ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എല്ലാവരും ഇരിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ നെക്സ്റ്റ്, എനി ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ അല്ലെ, വൈൻഡ് അപ്പിലേക്ക് പോവാം അല്ലേ? സോ താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഫർദർ അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകും. വിൻബിൾ അക്കാദമിയുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ട്രെയിനേഴ്സിന്റെ, നമ്മുടെ ട്രെയിനർ കഴിഞ്ഞ ആളുകൾ ഓരോരുത്തരും പിന്നെ വീക്കിലി വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ എടുക്കുന്നുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകും. അതേപോലെ തന്നെ എന്റെ സെഷനുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ ഉണ്ടാകും. അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ ട്രെയിനിങ്ങിന്റെ കോഴ്സ് ഇപ്പൊ നമ്മൾ 12ാമത്തെ ബാച്ചാണ് നമ്മളിപ്പോ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അതായത് നമ്മളെ ട്രെയിനറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്ലസ് പബ്ലിക് സ്പീക്കിംഗ് പ്ലസ് ട്രെയിനിങ്, ഈ 3 കാര്യങ്ങളിലുള്ള സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഇതിൽ ഭൂരിഭാഗം പേരും ഒരുപക്ഷെ ട്രെയിനിങ് നമ്മുടെ ബാച്ചിൽ പങ്കെടുത്തവരൊക്കെ തന്നെയാണ്. പങ്കെടുക്കാത്ത കുറച്ച് പേരുള്ളത് കൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഹൗ ടു പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ് അറ്റ് ഹോം. വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റുകൾ എടുത്ത് അങ്ങോട്ട് പറയുന്നേ. ഓരോ സബ്ജക്റ്റുകൾ ഓരോ ദിവസം എടുക്കുക, ഒരു 5 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുക, നമ്മളത് സംസാരിക്കുക. വാട്സപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിക് ഒക്കെ വെച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഓരോ ദിവസം 5 മിനിറ്റ്. ഞാൻ പണ്ട് പ്രാക്ടീസ് ചെയ്ത ഒരു സാധനമാണ്, ഒരു ദിവസം 5 മിനിറ്റ് ഒരു ടോപ്പിക്. അടുത്ത ദിവസം ആ ടോപ്പിക് പറയില്ല. ഒരു ദിവസം ഇന്ന് 5 മിനിറ്റ് രാവിലെ ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കിൽ 5 മിനിറ്റ് പറയും, അടുത്ത ദിവസം 5 മിനിറ്റിൽ പറയാം. അങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു 150 ഡേയ്സ് ഞാൻ പറഞ്ഞു. ഒരു ദിവസം ചില എന്തെങ്കിലും വയ്യാതെ വന്നിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു വൈഡ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടും. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളൊരു വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെ? ഒരു വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക്
നമ്മളെ വായിലേക്ക് സ്പോണ്ടേനിയസ് വരുമ്പോഴാണ് അവിടെ പബ്ലിക് സ്പീക്കിംഗ് നടക്കുക എന്നുള്ളത്. എഴുതുമ്പോൾ അങ്ങനെയില്ല. എഴുതുമ്പോൾ ആലോചിച്ചിട്ട് എഴുതാം. ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടാം. പക്ഷെ പബ്ലിക് സ്പീക്കിങ്ങിൽ അത് പറ്റൂലല്ലോ. വായെന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, മായ്ച്ചളയാൻ പറ്റില്ലല്ലോ. സോ ആ പ്രാക്ടീസിന് വീട്ടിൽ പാട്ട് പാടുന്നവർ എങ്ങനെയാ, ആദ്യം വീട്ടിലിരുന്ന് പാടിയിട്ടാണ് പാടാൻ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരുന്ന് ജസ്റ്റ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അപ്പൊ അടിപൊളിയാകാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ ഫായിസ മാം. സോ ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, ഏത് സമയത്ത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. സോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു എവ്രി വൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you.